ഹേ ഓൾ, സമയം ഇത്രയായിട്ടും എന്താ പരിപാടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ വേറൊന്നുമല്ല. ഇന്ന് വർക്കുണ്ട്. ഇന്ന് നമുക്ക് 5:30 ആണ് ട്രെയിൻ വന്നിട്ട് ട്രിവാൻഡ്രത്താണ് വർക്കുള്ളത്. അപ്പം മെത്തി നമ്മൾ എന്താ പറയുക, തലസ്ഥാനം വരെ മെത്തിയെന്ന് വേണം പറയാൻ. അപ്പം എനിക്ക് ഇയാൾ കുറച്ച് മുൻപേ എന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഞാനിത്ര കണ്ണൂരിന് ഇത്രയും ലോങ് എന്ന് പറയുമ്പോൾ ചില്ലറ ലോങ് ഒന്നും അല്ല കേട്ടോ. ഏകദേശം നമ്മളിപ്പോൾ ഒരു 5:30 പോയി കഴിഞ്ഞാൽ അവിടെ എത്താൻ ഒരു 2 o'clock അങ്ങനെയാവും. ആ ഇരിപ്പ് എന്തിൻ്റെയാണെന്നറിയാമോ? വേറൊന്നുമല്ല, ട്രെയിൻ മിസ്സായേണ്ടത്. ട്രെയിൻ എത്ര മിസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും പറയുന്ന പോലെ നമുക്ക് ഏറ്റവും പ്രധാനം ഫുഡ് തന്നെയാണ്. കാരണം ആ ട്രെയിനിൽ ഇത്ര സമയം അവിടെ ഇരുന്നിട്ട് ഒരു ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ നിന്ന് കുറച്ചും കൂടി പോകാനുണ്ടായിരുന്നു നമ്മുടെ ലൊക്കേഷനിലേക്ക്. അങ്ങനെ അവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ ശരിക്കും ട്രിവാൻഡ്രം നന്നായിട്ടൊന്ന് ആസ്വദിച്ചു. നൈറ്റ് വ്യൂ നന്നായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് ലൊക്കേഷൻ എത്തിയിട്ട് നമ്മൾ ഒരു ജ്യൂസൊക്കെ കുടിച്ചു. നല്ല വൈബാണ് കേട്ടോ. പിന്നത്തെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തി റെസ്റ്റ് ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നെങ്കിലും 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ബ്രൈഡിൻ്റെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അയൺ ചെയ്ത് സെറ്റാക്കി വെക്കണം സാരി എന്നുള്ളത്. പക്ഷേ ആളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അന്നാണ് സാരി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പ്ലീറ്റൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ച് പിറ്റേന്ന് 5:30 നമ്മൾ ബ്രൈഡ് വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓൾ കേരള ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും എൻ്റെ പേജ് നോക്കിയിട്ട് ഓക്കെ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെ ബുക്ക് ചെയ്യാം. ഇതാണ് എൻ്റെ കോൺടാക്റ്റ് നമ്പർ. പിന്നെ നമ്മൾ സാരി പ്ലീറ്റൊക്കെ ചെയ്തിട്ട് ആൾക്കും ആളുടെ ഫാമിലിക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ എനിക്കും സന്തോഷമായിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആയിരുന്നു. നമ്മൾ എല്ലാം സെറ്റായി വരുമ്പോൾ ഏകദേശം ഒരു 9:30 അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആളും ഹാപ്പിയായി. ഇതാണ് ആളുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. നമ്മൾ പെട്ടെന്ന് ലാസ്റ്റൊക്കെ ആയപ്പോൾ പെട്ടെന്ന് തിരക്ക് പിടിച്ച പോലെ ആയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും നമ്മൾ നന്നായിട്ട് സാരി പ്ലീറ്റിംഗ് ആയാലും ഒക്കെ നമ്മൾ വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ലാസ്റ്റത്തെ ഔട്ടൊന്ന് കാണാം കേട്ടോ.